എല്ലാ പ്രേക്ഷകർക്കും സൗദി ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. സൗദിയിൽ ഫാമിലി വിസിറ്റേഴ്സൊക്കെ അപേക്ഷിച്ചതിന് ശേഷം നമ്മുടെ റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഫാമിലി വിസിറ്റേഴ്സൊക്കെ അപേക്ഷിച്ചതിന് ശേഷം നമ്മൾ അപേക്ഷ ചേംബർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കഫീലെല്ലാം കമ്പനി ചേംബർ ചെയ്തിട്ടുണ്ടോ, ഇനി ചേംബർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിസ ഇറങ്ങിയിട്ടുണ്ടോ, എങ്ങനെ വിസയുടെ പേജ് ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഫാമിലി വിസിറ്റേഴ്സിന് അപേക്ഷിക്കാമെന്നുള്ളത് വളരെ വിശദമായി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സൗദിയിലേക്ക് ഫാമിലിയെ വിസിറ്റേഴ്സ് കൊണ്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ കാണാം. അതുപോലെ അപേക്ഷിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിസ ലഭിക്കുന്നതുമാണ്. വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളമാക്കി വെക്കാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടൺ ഉപയോഗിക്കാം. ധാരാളം പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. ഫാമിലി വിസിറ്റേഴ്സിന് അപേക്ഷിച്ചതിന് ശേഷം നമ്മൾ ഈ അപേക്ഷ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള visa.mofa.gov.s എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ പുതുതായി വന്നിട്ടുള്ള KSA വിസ എന്നുള്ള പേജ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ KSA വിസ എന്നുള്ള പേജ് ഉപയോഗിച്ചുകൊണ്ട് വിസ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താണ് കാണിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ എളുപ്പമായി തോന്നിയിട്ടുള്ളത് എനിക്ക് ആ പുതിയ പേജാണ്. അപ്പോൾ എങ്ങനെ വിസ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫാമിലി വിസിറ്റേഴ്സിന് വേണ്ടി നൽകിയ റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ മൊബൈൽ ബ്രൗസറിൽ visa.mofa.gov.s എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നേരിട്ട് ഈ പേജിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ KSA വിസ എന്ന പുതിയ പേജിന്റെ ഒരു പോപ്പ് ബോക്സ് കാണിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിസക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഈ പോപ്പ് ബോക്സ് ക്ലോസ് ചെയ്ത് പഴയ വെബ്സൈറ്റ് വഴിയായിരുന്നു വിസക്ക് അപേക്ഷിച്ചിരുന്നത്. എന്നാൽ ഫാമിലി വിസിറ്റ് വിസ റിക്വസ്റ്റിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പുതിയ പേജ് തന്നെ ഉപയോഗിക്കാം. കുറച്ചും കൂടെ എളുപ്പം പുതിയ പേജിൽ തന്നെയാണ്. അതിനുവേണ്ടി പേജിൽ കാണുന്ന ജെഡ്രിബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുമ്പോൾ തന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പോപ്പ് ബോക്സ് കാണാവുന്നതാണ്. നമുക്കത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം പേജിന്റെ ഏറ്റവും മുകളിലായിക്കൊണ്ട് ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്നുള്ള ട്രാക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള പോപ്പ് ബോക്സിൽ ആപ്ലിക്കേഷൻ ഓർ വിസ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മൾ വിസക്ക് അപേക്ഷിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള തൊലബ് നമ്പറും താഴെ കാണുന്ന ID നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മുടെ ഇക്കാം നമ്പറും എൻ്റർ ചെയ്ത് ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് നൽകിയപ്പോൾ ലഭിച്ചിട്ടുള്ള PDF കാണാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിനു ശേഷം ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. നാം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ പേരും ആപ്ലിക്കേഷൻ നമ്പറും വിസ ടൈപ്പും കാണാവുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മുഴുവൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്നുള്ള പേജിൽ തൊലബ് സിയാറത്ത് ആയിലിയ എന്ന് കാണാം. അതിൻ്റെ താഴെ റക്കം തൊലബ്, അതായത് അപേക്ഷ നമ്പർ കാണാവുന്നതാണ്. അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ തൊലബ് സിയാറത്ത് ആയിലിയ എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം വിസ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. വിസ ഇറങ്ങാത്തത് ഒന്നെങ്കിൽ ചേംബർ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചേംബർ ചെയ്തതിന് ശേഷം മോഫയുടെ ഭാഗത്തു നിന്നും അപ്രൂവൽ ആവാത്തത് കൊണ്ടോ ആവാം. ഇനി ചേംബർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ പേജിന്റെ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറിന് താഴെ ആയിക്കൊണ്ട് ചേംബർ ചെയ്ത സ്ഥലം കാണിക്കുന്ന ഒരു ബോക്സ് ഉണ്ടോ എന്ന് നോക്കുക. ആ ഒരു ബോക്സ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഒരു തൊലബ്, ഈ ഒരു അപേക്ഷ ചേംബർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചേംബർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോളം കാണാൻ സാധിക്കുന്നതാണ്. ചേംബർ ചെയ്ത് അല്പസമയത്തിനകം തന്നെ വിസ ഇറങ്ങുന്നതായി കാണാറുണ്ട്. ഈ ഒരു പേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേജിന്റെ അവസാനം കാണുന്ന തൊബ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി വിസ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ വീണ്ടും KSA വിസ എന്നുള്ള പേജിലേക്ക് വന്നിട്ടുണ്ട്. ശേഷം ട്രാക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. തുറന്നുള്ള പോപ്പ് ബോക്സിൽ ആപ്ലിക്കേഷൻ നമ്പറും അപേക്ഷ ആളുടെ ഇക്കാം നമ്പറും നൽകി ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവ നേരത്തെ കണ്ടതുപോലെ തന്നെ ട്രാക്ക് യുവർ ആപ്ലിക്കേഷന്റെ താഴെ ആളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പറും വിസ ടൈപ്പും കാണാം. ഇനി വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്നുള്ള പേജിൽ ഏറ്റവും മുകളിലായിക്കൊണ്ട് മുസ്തൈദ് തഹ്ശീർ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് വിസ ഡോക്യുമെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം വിസ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. വിസ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബാർകോഡ് മുകളിൽ കാണുന്ന നമ്പർ മാറുകയുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടിരുന്ന നമ്പർ ആയിരിക്കില്ല നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇനി പേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പേജിന്റെ അവസാനം കാണുന്ന തൊബ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി തഹ്ശീർ സെന്ററിലേക്ക് ആരാണോ വിസിറ്റ് വിസ വരുന്നത് അവർ പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി തഹ്ശീറിന്റെ സൈറ്റിൽ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുമാണ്. അതേക്കുറിച്ച് വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം തന്നെ സൗദി ടിപ്സ് ചാനൽ കാണാവുന്നതാണ്. നമ്മൾ തഹ്ശീർ സെന്ററിൽ കൊടുക്കേണ്ടത് ഈ അറബിയിലുള്ള ഫോം ആയിരിക്കണം. ഇംഗ്ലീഷിലുള്ള ഫോം കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും പേരിൽ മാറ്റം വരുന്നതായി കാണാൻ സാധിക്കാറുണ്ട്. പുതിയ സൈറ്റിൽ നിന്നും അറബി തന്നെയാണ് ഫോം ലഭിക്കാറുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഫാമിലി വിസിറ്റേഴ്സിന് അപേക്ഷിച്ചതിന് ശേഷം അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.